നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോസിലൊക്കെ നമ്മൾ നോക്കിയിരുന്നത് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വാക്സിൻ എങ്ങനെ ഷെഡ്യൂൾ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ്. അവരുടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെ അവരുടെ പാസ്പോർട്ട് നമ്പർ പുതിയതായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കായാലും അവരുടെ സർട്ടിഫിക്കറ്റിൽ അവരുടെ പേര് തിരുത്താം. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ന് കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നമുക്ക് എങ്ങനെ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പറിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പ്രവാസികളായ പല സുഹൃത്തുക്കളും നമ്മുടെ ആധാർ കാർഡ് വെച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് വെച്ചായിരുന്നു വാക്സിൻ എടുത്തത്. അവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണിത്. നമ്മളിപ്പോൾ ഫസ്റ്റ് വാക്സിൻ എടുത്ത ആൾക്കാർ, നമ്മൾ പ്രവാസികളില്ലാതെ എടുത്ത ആൾക്കാരുണ്ട്. അവർക്കും വേണമെങ്കിൽ അവരുടെ പാസ്പോർട്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. വരുന്ന വർഷങ്ങൾ വിദേശത്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ ആവശ്യമുള്ള കാര്യമായിരിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഒന്ന്, നമ്മൾ ഈ പാസ്പോർട്ട് നമ്പർ ആഡ് ചെയ്യുന്ന കാര്യം. രണ്ടാമത്, നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര്, വയസ്സ്, ലിംഗം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നത്. മൂന്നാമത്, നമുക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളിലും ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റായി ചോദിച്ചാൽ ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്. ഇനി നമുക്ക് കോവിൻ സൈറ്റ് ഓപ്പൺ ആക്കാം. കോവിൻ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുക. ആ രജിസ്റ്റർ സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ചോദിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP വേണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ OTP വരുന്നുണ്ട്. സൈറ്റ് വളരെ ഹാങ് ആവുന്ന സമയത്ത് മാത്രമാണ് OTP വരാൻ ടൈം എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു OTP വന്നു. ഞാൻ OTP അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീൽ വെരിഫൈ എന്ന ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി അവിടെ നമ്മുടെ ഇതിൽ ചെയ്ത എല്ലാവരുടെയും പേര് കാണും. ഒരു ഐഡിയിൽ നിന്ന് 4 ആൾക്ക് വരെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ 3 ആൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരാളുടെ വാക്സിൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വാക്സിൻ വെച്ച് നോക്കാം. ആ വാക്സിൻ വെച്ചതിന് മുകളിൽ റൈസിൻ ഇഷ്യൂ എന്നുള്ളത് സർട്ടിഫിക്കറ്റ് കറപ്ഷൻ എന്നുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തെങ്കിലും കറപ്ഷൻ വരുത്താനുണ്ടെങ്കിൽ അതിൽ കൊടുക്കുക. സെലക്ട് മെമ്പർ, അവിടെ വാക്സിൻ വെച്ച ആളെ ജസ്റ്റ് പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് നമുക്ക് കറപ്ഷൻ ചെയ്യാനുള്ളത്? പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആണാണോ പെണ്ണോ എന്നുള്ളത്, ഫോട്ടോ ID കാർഡ്, നമ്മൾ ആധാർ കാർഡ് വെച്ച് ചെയ്ത് നമുക്ക് പാസ്പോർട്ട് ചെയ്യുക. അങ്ങനെ എന്ത് മാറ്റങ്ങൾ അവിടെ വരുത്താൻ സാധിക്കും. അത് വെച്ചതിന് ശേഷം നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളൊരു നമ്പറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വാക്സിൻ വെച്ചു. സെക്കൻഡ് രണ്ടാമത് നമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ആളെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വാക്സിൻ വെച്ച ആ റെഫറൻസ് നമ്പർ അവിടെ വന്നിട്ടുണ്ടാകും. ആ ഡേറ്റ് അവിടെ വന്നിട്ടുണ്ടാകും. സെക്കൻഡ് വാക്സിൻ വെച്ച റെഫറൻസ് ID, മൊബൈൽ നമ്പർ അവിടെ കൊടുത്തിട്ട് ഏറ്റവും അടിയിൽ കാണുന്ന ടിക്ക് മാർക്ക് ഒന്ന് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമതൊരു ഓപ്ഷനിൽ പാസ്പോർട്ട് നമ്പർ ചേർക്കുക എന്നുള്ളതാണ്. പ്രവാസികളൊക്കെ വളരെ കാലമായിട്ട് പറഞ്ഞ സംഭവമാണ്. ആഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അവിടെ പാസ്പോർട്ട് സെലക്ട് മെമ്പർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെലക്ട് മെമ്പറെ സെലക്ട് ചെയ്യുക. എൻ്റർ ബെനിഫിറ്ററി പാസ്പോർട്ട് നമ്പർ എന്ന സ്ഥലത്ത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മൾ കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നമ്പർ തെറ്റിക്കഴിഞ്ഞാലൊക്കെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാകും. എന്നിട്ട് നമ്മളവിടെ ഈ ടിക്ക് മാർക്ക് ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പർ വെച്ച ഇത് നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് നമുക്കത് എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ആ അടിയിൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള കൊടുത്ത ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വാക്സിൻ വെച്ച ഫസ്റ്റ് ഡോസ് ആയാലും സെക്കൻഡ് ഡോസ് ആയാലും വാക്സിൻ വെച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്, ഇതെങ്ങനെ നമുക്ക് വാക്സിൻ ഇതുവരെ ലഭിക്കാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ നമുക്കത് വാക്സിൻ ലഭിക്കാമെന്ന് നോക്കാം. നമ്മളവിടെ സെലക്ട് ഡിസ്ട്രിക്ട് കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് മലപ്പുറമായിട്ട് കൊടുത്തു. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ എന്നുള്ളത് നമ്മൾ കൊടുത്തു. സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ ഇപ്പോൾ അവൈലബിൾ ഉള്ള ഹോസ്പിറ്റൽ ലിസ്റ്റ് കാണിക്കും. ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പച്ച കാണിക്കുന്നതൊക്കെ ഇപ്പോൾ സാധനമുണ്ട്. അതിൽ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പെയ്ഡ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതുകൊണ്ട് അത് നോക്കിയാൽ ഒരു സ്ലോട്ട് 2 സ്ലോട്ടൊക്കെ വാക്സിനും എല്ലാ സമയത്തും ബാക്കിയുണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൽ നമ്മളെ ഫോണിലേക്ക് മെസ്സേജ് വരും. ആ മെസ്സേജിൽ പറഞ്ഞ സമയത്ത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ വെക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഒരാളെ രജിസ്റ്റർ ചെയ്തു, അതിൽ നമുക്ക് എന്ത് തെറ്റ് തിരുത്താനുണ്ട്. വാക്സിൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ നമുക്ക് ആ ആളെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അതിന് നമ്മൾ ആ ചെയ്തതിന് നേരെ പുറത്ത് ഡിലീറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രജിസ്റ്ററിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവരെ സ്വന്തം നമ്പർ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ വേറെ നമ്പറിലേക്ക് ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇതിന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. വാക്സിനുമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിനടിയിൽ കമൻറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് പറയാൻ ശ്രമിക്കാം. യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ MOL മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ചെയ്ത ആൾക്കാരൊക്കെ ഇതൊരു പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ബൈ.